ISRO യുവിക 2025 വെയിറ്റിംഗ് ലിസ്റ്റ് എവിടെ നിന്നാണ് അറിയാൻ പറ്റുക? കഴിഞ്ഞ ദിവസം അതിൻ്റെ സെലക്ഷൻ ലിസ്റ്റ് വന്ന വീഡിയോ ഇട്ടതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ അതാണ്. അപ്പോൾ നമ്മളവിടെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് ഇവിടെ പറയുന്നത്. എവിടെ നിന്നാണ് ഇതിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റുക? ആക്ച്വലി ISRO യൂഷ്വലി അങ്ങനെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാറില്ല. അവരുടെ കയ്യിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരിക്കും, പക്ഷെ അത് പബ്ലിക്കായിട്ട് അവർ ചെയ്യാറില്ല. അവർ ചെയ്യാറുള്ള കാര്യം ആദ്യം ഒരു സെലക്ഷൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതാണ് കഴിഞ്ഞ ദിവസം വന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, ജസ്റ്റ് കണ്ടു നോക്കാം. ഓക്കെ, അതിനകത്ത് 350 സ്റ്റുഡൻസ് അക്രോസ് ഇന്ത്യ, എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും യൂണിയൻ ടെറിട്ടറീസിൽ നിന്നുള്ള ടോട്ടലി 350 സ്റ്റുഡൻസിനാണ് സെലക്ഷൻ കൊടുത്തിട്ടുള്ളത്. ആ 350 സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് ഓൾറെഡി അവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ താഴെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ 350 സ്റ്റുഡൻസ് ഏപ്രിൽ 10 മുമ്പായിട്ട്, ഇവർ ഏപ്രിൽ 10 മുമ്പായിട്ട് അവരുടെ കൺഫർമേഷൻ കൊടുക്കണം. ആ ഒരു ഓഫറെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവർ കൺഫർമേഷൻ കൊടുക്കണം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ അവരുടെ സീറ്റ് റിമൂവ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു 10 സ്റ്റുഡൻസ് കൺഫർമേഷൻ കൊടുത്തില്ല, അല്ലെങ്കിൽ അവർ റിജക്റ്റ് ചെയ്തു, അവർക്ക് എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എത്താൻ പറ്റാത്ത ബുദ്ധിമുട്ട് കൊണ്ടോ ഒക്കെ ആവാം. അങ്ങനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യം, ആ 10 പേർക്ക് പകരം വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ടോപ്പിലുള്ള 10 പേരെ അങ്ങോട്ട് പ്ലേസ് ചെയ്യും. ഇതാണ് സംഭവിക്കുക. അപ്പോൾ എവിടെ നിന്നാണ് ഈ ലിസ്റ്റ് അറിയാൻ പറ്റുക? ആക്ച്വലി ഏപ്രിൽ 10 വരെയാണ് ഈ ഒരു അക്സെപ്റ്റൻസ് കൊടുക്കാനുള്ള ടൈം. ഏപ്രിൽ 10 ശേഷം അക്സെപ്റ്റൻസ് കൊടുക്കാത്തവരെ റിമൂവ് ചെയ്തുകൊണ്ട് അഡീഷണലി എത്ര പേർക്ക് സെലക്ട് ആയി എന്ന് കാണിക്കുന്ന ഒരു സെക്കൻഡ് സെലക്ഷൻ ലിസ്റ്റ് ISRO പബ്ലിഷ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് നോക്കി കാണാൻ പറ്റും. ഫസ്റ്റ് ഉള്ള സെലക്ഷൻ ലിസ്റ്റ് ഉണ്ടാവും, പിന്നെ ഒരു സെക്കൻഡ് സെലക്ഷൻ ലിസ്റ്റ് ഉണ്ടാവും. സെക്കൻഡ് സെലക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരിക്കുക പുതുതായിട്ട് സെലക്ട് ചെയ്യപ്പെട്ട സ്റ്റുഡൻസിൻ്റെ നെയിം മാത്രമാണ്. കഴിഞ്ഞ വർഷം 3-4 പേർക്കാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അത് എത്രയായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ 350 പേരിൽ എത്ര പേരാണോ ബാക്ക് ചെയ്യുന്നത്, എത്ര പേരാണോ വരാൻ പറ്റില്ല എന്ന് പറയുന്നത്, അത്ര പേർക്ക് അവസരങ്ങൾ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഏത് പൊസിഷനിലാണ് എന്ന് അറിയുന്നതിൽ ലിമിറ്റേഷൻ ഉണ്ട്. നമുക്കത് അറിയാൻ അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷേ ഏപ്രിൽ 10 ശേഷം എന്തായാലും ഒരു സെക്കൻഡ് സെലക്ഷൻ ലിസ്റ്റ് വരും. അതിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ സെലക്റ്റഡ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പേര് എക്സ്ട്രാ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക, പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക, നമുക്ക് കിട്ടുമെന്നുള്ള എക്സ്പെക്ടേഷനിൽ തന്നെ ഇരിക്കുക. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഡിമോട്ടിവേറ്റഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കറിയാം അക്രോസ് ഇന്ത്യ ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് ആണുള്ളത്. 1-2 സ്റ്റുഡൻസ് ആണോ? അല്ല, ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് ആണുള്ളത്. അതിൽ ആകെ 350 പേർക്കാണ് സെലക്ഷൻ കിട്ടിയത്. കേരളത്തിൽ തന്നെ എത്രങ്ങാനും സ്റ്റുഡൻസ് ഉണ്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്? അതിൽ 12 പേർക്കല്ലേ സെലക്ഷൻ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത്രയും കോമ്പറ്റീറ്റീവ് ആണ്, അത്രയും ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. അപ്പോൾ ഈ വർഷം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സാഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ ബെസ്റ്റ് നമ്മൾ ട്രൈ ചെയ്തു. ഇനി നമുക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. IASയിൽ ഇതുപോലത്തെ സമ്മർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം വരുന്നുണ്ട്. മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇതുപോലത്തെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകളും ക്യാമ്പ് പോലത്തെ പ്രോഗ്രാമുകളും വരുന്നുണ്ട്. മറ്റ് പല ഓപ്പർച്യൂണിറ്റീസ് കോമ്പറ്റീറ്റീവ് എക്സാമുകളായിട്ട് വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് ട്രൈ ചെയ്യാം. നമുക്ക് അവസരങ്ങളില്ലാത്ത പ്രശ്നമില്ലല്ലോ, എല്ലാം വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ അതിനുള്ള ഗൈഡൻസ് ഒക്കെ തരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ക്വയറീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ISRO യുവികമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യും ചെയ്യുന്നതാണ്. ഓക്കെ, സോ താങ്ക്സ്.